ഒരു വീട് പണിയാൻ പണം മതി, എന്നാൽ ആ വീടിനെ ഒരു കുടുംബമാക്കി മാറ്റാൻ സ്നേഹം വേണം. വർഷങ്ങളായി അറ്റുപോയ ബന്ധങ്ങൾ ഊഷ്മളമായി ജിമ്മിയുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന ദിനമാണ് ഇന്ന്. കേൾക്കാം നാമ്പെടുക്കുന്ന പ്രണയം ഭാഗം 53. മെയ് മാസം 13 ഞായറാഴ്ച. നേരം പുലർന്ന വിവരം പ്രഖ്യാപിച്ചുകൊണ്ട് പൂവൻ കോഴികൾ നീട്ടിക്കൂവി. അരുണകിരണങ്ങൾ പുല്ലരിയിൽ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. അതിരാവിലെ തന്നെ അന്നമ്മച്ചേടത്തിയും ജിമ്മിയും എഴുന്നേറ്റു. സുലു അപ്പോഴും നല്ല ഉറക്കം തന്നെ. രാവിലെ പുതിയ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതാണ്. നേരത്തെ തന്നെ എഴുന്നേൽക്കും, എന്നിട്ട് എല്ലാം ചെയ്തു കൊള്ളാം എന്നൊക്കെ പറഞ്ഞു കിടന്ന കക്ഷിയാണ് ഇപ്പോൾ ഒരു ബോധവുമില്ലാതെ ഉറങ്ങുന്നത്. അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവളെയും വിളിച്ചെഴുന്നേൽപ്പിച്ചു. അതുവരെയുള്ള താമസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൾ പെട്ടെന്ന് കർത്തവ്യനിരതയായി. അവർ 3 പേരും കൂടി പുതിയ വീട്ടിലേക്ക് പോയി. അന്നത്തെ ഓട്ടത്തിനായി ഒരു കാർ വാടകയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പല കാര്യങ്ങൾക്കും വണ്ടി വേണ്ടി വരും. നേരത്തെ പ്രതീക്ഷിക്കാവുന്നതും അല്ലാത്തതുമായ ആവശ്യങ്ങൾ വന്നേക്കും. വിളിച്ചു വരുന്നവർ ആരെങ്കിലും സിറ്റിയിൽ വന്നേച്ച് വിളിച്ചാലോ? അവരെ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണ്ടേ? എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറവ് വന്നാലോ? അന്നേരം തന്നെ പോയി മേടിക്കണ്ടേ? ഏതെങ്കിലും കാരണവശാൽ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകേണ്ടി വന്നാലോ? അതിനും വണ്ടി വേണമല്ലോ. എല്ലാത്തിനും കൂടി കണക്കാക്കിയിട്ടാണ് ഇത്തിരി വലിയ വാഹനം തന്നെ വിളിച്ചത്. ആളുകൾ വന്നു തുടങ്ങണമെങ്കിൽ എന്തായാലും ആദ്യത്തെ കുർബാന കഴിയണം. വരാനുള്ളവരധികവും ഞായറാഴ്ച രാവിലത്തെ കുർബാന മുടക്കാത്തവരാണ്. ആദ്യത്തെ കുർബാന പുല്ലരിയിൽ കഴിയുന്നത് 8 മണിക്കാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ 8 മണിക്ക് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകമായി നേരത്തെ വരാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരും കുർബാന മുടക്കി വരില്ല. അപ്പോഴേക്കും രാവിലത്തെ ചായക്കുള്ള അപ്പവും കറിയും ഏൽപ്പിച്ചത് എത്തും. അത് വാങ്ങി വയ്ക്കാനുള്ള സമയം മുതൽ വീട്ടിൽ ആള് വേണം. ആരെങ്കിലും വന്നാൽ അവരെ സ്വീകരിക്കണം, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം. എല്ലാത്തിനും കൂടി ആളുകൾ കുറവാണല്ലോ. അതുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ കാറ്ററിംഗ് സർവീസുകാരെ ഏർപ്പാടാക്കി. അതുകൊണ്ട് ആ ഒരു പ്രധാന ഉത്തരവാദിത്വം ഒഴിവായി കിട്ടി. 8 മണിക്ക് മുമ്പ് തന്നെ നെല്ലിമറ്റത്തു നിന്നും വരാനുള്ള കൊച്ചമ്മാവനും സോജനും അവരുടെ വീട്ടിലുള്ള ആളുകളും എത്തി. 2 വീട്ടുകാരും ഒരുമിച്ച് ഒരു വണ്ടിക്കാണ് വന്നത്. അതോടുകൂടി ആരൊക്കെയോ ഉള്ള ഒരു പ്രതീതി ആ വീട്ടിൽ ഉണ്ടായി. സോജൻ വന്നതോടെ ജിമ്മിക്കും ഇരട്ടി സമാധാനമായി. അവർ 1-2 വീട്ടു സാധനങ്ങളും വാങ്ങിയാണ് വന്നത്. സാധാരണഗതിയിൽ വീടിൻ്റെ പാലുകാച്ചലിന് പോകുമ്പോൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള 2 സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നത്. ഇതൊന്നും വാങ്ങിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ സോജ. ഞാനിതെല്ലാം വാങ്ങിയതാണ്. ഇപ്പോൾ ഓരോ സെറ്റ് അധികമാവുകയില്ലേ? ഒരു സെറ്റ് ചുമ്മാ ഇരുന്ന് കേടായിപ്പോകും, അത്ര തന്നെ. അതോർത്ത് നീ വിഷമിക്കണ്ട. 2 മിക്സിയോ 2 ഫ്രിഡ്ജോ ഒരു വീട്ടിലുണ്ട് എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകാനില്ല. അല്ലെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മുറിയിലേക്ക് AC ആണ്. അതവിടെ ഉപയോഗിക്കാതിരുന്നാലും പ്രശ്നമൊന്നുമില്ല. വേനലിൽ ചൂട് വരുമ്പോൾ തന്നെ ഉപയോഗിച്ചുകൊള്ളും, വേണ്ടെന്ന് പറയുന്നവരൊക്കെ. ചേട്ടൻ അതിനായി വെറുതെ പൈസ മുടക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വാങ്ങിക്കൊണ്ടുവന്നതിന് ഒരു സന്തോഷക്കുറവും ഇല്ല.
അവർ കൊണ്ടുവന്ന എയർ കണ്ടീഷണർ അവരുടെ കൂടെ വന്ന ഒരാൾ തന്നെ ഒരു മുറിയിൽ ഫിറ്റ് ചെയ്തു. ജിമ്മി തൽക്കാലത്തേക്ക് ഒരു മുറിയിലേക്കും AC വാങ്ങിയിരുന്നില്ല. കാരണം സ്വതവേ തന്നെ അയാൾ അതിനെതിരാണ്. മാത്രവുമല്ല, തണുപ്പ് അയാൾക്ക് ഇഷ്ടവുമല്ല. കൊച്ചമ്മാവൻ വാങ്ങിക്കൊണ്ടുവന്നത് ഒരു ഇൻവെർട്ടറാണ്. എപ്പോഴെങ്കിലും വൈദ്യുതി പോയാൽ ഇതിനെ ഉപയോഗിക്കാമെടാ ജിമ്മി. ഞാനിത് കണക്റ്റ് ചെയ്യിപ്പിക്കാൻ നിൽക്കുന്നില്ല. ഇത് അത്ര തിരക്കുള്ള സാധനമൊന്നുമല്ല. നീ അത് സാവകാശം അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ആരെയെങ്കിലും വിളിച്ച് ചെയ്യിച്ചാൽ മതി. നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. അമ്മാവൻ വന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. യാതൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും എനിക്ക് സന്തോഷത്തിന് ഒരു കുറവും വരികയുമില്ലായിരുന്നു. എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ബന്ധുക്കളുടെ കാര്യത്തിൽ മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒന്നും സാരമില്ലായിരുന്നു. ബാക്കിയുള്ള കുറവുകളൊന്നും കുറവുകളായി എനിക്ക് തോന്നിയിരുന്നില്ല. ഞാനിത് വാങ്ങിയതേ നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലടാ, എൻ്റെ ഒരു സന്തോഷത്തിനാ. എൻ്റെ പെങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു സന്തോഷ സമ്മാനം. അവൾക്ക് ആദ്യം വീടുണ്ടാക്കിയപ്പോൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു എന്നേയുള്ളൂ. ആ കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല. ഏതായാലും അമ്മയ്ക്ക് സന്തോഷമായിരിക്കും അമ്മാവൻ എന്തു കൊടുത്താലും. കാരണം അമ്മയ്ക്ക് അമ്മാവനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണ് കൂടപ്പിറപ്പുകൾ തമ്മിൽ വേണ്ടതും ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഉള്ളതും. ചേട്ടനും കൂടി വേണ്ടതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൂടുതൽ സമയം സംസാരിച്ച് നിൽക്കുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ കുർബാന കഴിഞ്ഞ് പുല്ലരിയിൽ നിന്നും കുറേ ആളുകൾ എത്തിച്ചേർന്നു. ആ കൂട്ടത്തിൽ അപ്പച്ചൻ ചേട്ടനും ഒരു വലിയ പാക്കറ്റുമായി വന്നു. എൻ്റെ പൊന്ന് അപ്പച്ചൻ ചേട്ടാ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഒന്നും കൊണ്ടുവരേണ്ട എൻ്റെ വീട്ടിലേക്കെന്ന്. എന്നിട്ടും എന്തിനാ വലിയൊരു കെട്ട്? അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. അവൾ താമസിക്കേണ്ട വീടാണല്ലോ ഇത്. അപ്പോൾ അതിനായി ഞാൻ കൊടുക്കുന്നതാണ് എന്ന് നീ കണക്കാക്കിയാൽ മതി. എന്നാൽ അത് നിനക്കും കൂടിയാണ്. എന്നാലും പിന്നെ മതിയായിരുന്നു. ഏതായാലും കയറിയിരിക്ക്. ചായയോ കാപ്പിയോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്നും കഴിക്കാം. അതൊക്കെ ഞങ്ങൾ മേടിച്ചു കഴിച്ചോളാം. ഞങ്ങളുടെ കാര്യമോർത്ത് നീ വിഷമിക്കുകയും വേണ്ട. പിന്നെ ഇന്നു മുതൽ ഞാൻ ചിലപ്പോൾ ബേബിയെ വിളിക്കുന്നത് പോലെ ജിമ്മിയെയും വിളിച്ചെന്നിരിക്കും. ഏത് നീയെന്നും എടായെന്നുമൊക്കെയേ. ഇനി എനിക്ക് അതിന് അവകാശമുണ്ട് എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്നു മാത്രമല്ല, ഞാൻ വളരെ നാളുകളായി ആഗ്രഹിച്ചതുമാണ് അങ്ങനെ ഒരു വിളി. ഇപ്പോഴെങ്കിലും കേൾക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമാണ് എനിക്കുള്ളത്. അങ്ങനെ വിളിക്കാൻ എനിക്കൊരാൾ ഉണ്ടല്ലോ എന്ന സന്തോഷം. അതില്ലാത്തവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ. അച്ഛൻ വരുന്നതിന് മുൻപ് വന്നു പോകേണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രാവിലത്തെ കാപ്പി കൊടുത്തു വിടാനുള്ള സജ്ജീകരണം എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. അവരെ വെറുതെ 11 മണി വരെ കാത്തിരുത്തേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ വിളിച്ചവരുടെ കൂട്ടത്തിൽ? അത് നിനക്കേ അറിയാൻ പറ്റുകയുള്ളൂ. കാറ്ററിംഗുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടവർക്ക് കാപ്പിയും മറ്റു കാര്യങ്ങളും കൊടുക്കണമെന്ന്. അവരത് ചെയ്തോളും. എന്നാലും ഒരു മേൽനോട്ടം ഉള്ളത് നല്ലതായിരുന്നു. അതുപോരാ, വരുന്നവരോട് ചോദിക്കണം, അച്ഛൻ വരുന്ന അത്രയും സമയം നിൽക്കുന്നില്ലേ എന്ന്.
കഴിവതും അവരോട് നിൽക്കണം എന്ന് പറയണം. വെഞ്ചിരിപ്പ് കഴിഞ്ഞു പോകുന്നതാ അതിൻ്റെ ശരി. അതല്ല, തിരക്കുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാപ്പി കഴിക്കാനുള്ള മുറിയിലേക്ക് വിടണം. അവിടെ കാപ്പി കൊടുക്കുന്ന കാര്യം കാറ്ററിങ്ങുകാർ ചെയ്തോളും. പക്ഷേ അങ്ങോട്ട് കയറ്റി വിടണം. അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോയിക്കോളും. ഒരു കാരണവശാലും ആരുടെയും മുഖം കറുക്കാൻ ഇടവരാതെ നോക്കണം. ആ കാര്യത്തിൽ അപ്പച്ചൻ ചേട്ടനും കൂടി എന്നോടൊപ്പം ഒന്ന് കൂടണം. ഇപ്പോഴേതായാലും എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാം അറിയാം നമ്മുടെ കാര്യം. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ പരിചയക്കുറവ് കൊണ്ട് കുഴപ്പങ്ങളൊന്നും വരാൻ ഇടവരരുത്. അത് ശരി, ഞാൻ നോക്കിക്കൊള്ളാം. ഒട്ടുമുക്കാലും പേരെയും ഞാൻ അറിയുന്നതാണ്. നമ്മൾ തമ്മിൽ നിലവിലുള്ള ബന്ധവും അറിയാം. അതുകൊണ്ട് സാരമില്ല, ഞാൻ ആ കാര്യം ഏറ്റു. നിങ്ങളുടെ ഓഫീസ് സംബന്ധമായി ആളുകൾ വരുന്നവരുടെ കാര്യം പ്രധാനമായും നീ കൈകാര്യം ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കി നടത്തിക്കൊള്ളാം. ജിമ്മി അത് സമ്മതിച്ചു. ജിമ്മിയെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു ആ വാക്കുകൾ. ജിമ്മിയുടെ വീട്ടിലേക്ക് ബന്ധുക്കൾ ഓരോന്നായി എത്തുമ്പോൾ അവൻ്റെ ജീവിതത്തിലും പുതിയ ബന്ധങ്ങൾ വേരുറപ്പിക്കുകയാണ്. ഈ സന്തോഷദിനം സമാധാനത്തോടെ അവസാനിക്കുമോ? അറിയാൻ കാത്തിരിക്കൂ. നാം വെടുക്കുന്ന പ്രണയം 54-ൽ നമുക്ക് വീണ്ടും കാണാം. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത ഭാഗവുമായി മറ്റന്നാൾ ഇതേ സമയം നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.